കോഴിക്കോട് കൊടുവള്ളിയിൽ മധ്യവയസ്കരെ മദ്യമൊഴിച്ച് കത്തിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തമിഴ്നാട് സ്വദേശി മണിവണ്ണനാണ് പ്രതി. ബെൻസൺ ബാബുണ്ട് വിവരങ്ങൾ നൽകാൻ. ബെൻസൺ, എപ്പോഴായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം? വിധിയുടെ വിശദാംശങ്ങൾ. 2022 മാർച്ചിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. സംഭവം നടന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചിട്ടാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഇന്റർനാഷണൽ ലോഡ്ജിന് സമീപമുള്ള കടവരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്ന കൊടുവള്ളി വലിയപറമ്പ് സ്വദേശി ഷൗക്കത്ത് എന്ന 48 വയസ്സുകാരനെ മുൻവൈരാഗ്യം വെച്ച് ദേഹത്ത് മദ്യമൊഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിലാണ് പ്രതിയായിട്ടുള്ള മണിവർണ്ണനെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുള്ളത്. പിഴയടയ്ക്കാത്ത പക്ഷം 2 വർഷത്തെ തടവിനും വിധിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പറയുന്നത് ഇത്തരത്തിലാണ്. ഈ കേസ് 2022 മാർച്ചിൽ നടക്കുമ്പോൾ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. ഇവർ ഇത്തരത്തിൽ രാത്രികാലങ്ങളിൽ കടത്തിണ്ണകളിൽ ഇരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു. അത്തരത്തിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരു ദിവസം, ഈ കൃത്യം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടാകുന്നു. ഈ വൈരാഗ്യം മനസ്സിൽ വെച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 13-ാം തീയതി രാത്രി ഇത്തരത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഇയാളുടെ ദേഹത്തേക്ക് മദ്യമൊഴിച്ച് തീ കൊളുത്തി കൊല്ലുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം മരിക്കുകയായിരുന്നു. ഈ കൃത്യം നടത്തിയതിനു ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കണ്ണൂരിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു, അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നിലവിൽ സൂചിപ്പിച്ചതുപോലെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിട്ടുള്ളത്. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധിച്ചിട്ടുള്ളത്. ശരി. കൊടുവള്ളിയിൽ മധ്യവയസ്കനെ മദ്യമൊഴിച്ച് കത്തിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. ബെൻസൺ വിവരങ്ങൾ നൽകിയത്.